ഹായ് ഓൾ, വെൽക്കം ടു ടുഡേയ്സ് സെഷൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ പല പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഫീഡ്ബാക്ക് പഠിച്ചു, ക്ലോസ് ലൂപ്പ് എന്താണ് പഠിച്ചു, ഓപ്പൺ ലൂപ്പ് എന്തെന്ന് പഠിച്ചു, പിൻ കോൺഫിഗറേഷൻ എന്തെന്ന് പഠിച്ചു. എല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. നിങ്ങൾക്ക് PG ലെവലിലും ഇത് ആവശ്യമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. So today we are going to discuss the virtual ground property of operation amplifier. ഓപ്പറേഷൻ ആംപ്ലിഫയറിലുള്ള ഒരു വെർച്വൽ ഗ്രൗണ്ട് പ്രോപ്പർട്ടിയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പറയട്ടെ, എന്താണ് ഈ വെർച്വൽ ഗ്രൗണ്ട്? നിങ്ങൾ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് വരയ്ക്കുന്ന സമയത്ത് എന്ത് സർക്യൂട്ട് തന്നെ ആയിക്കോട്ടെ, നിങ്ങളൊരു ഗ്രൗണ്ട് വരയ്ക്കുന്നു, റിയൽ ഗ്രൗണ്ട്. എന്താണ് ഒരു പ്രോപ്പർട്ടി? ഒരു ഗ്രൗണ്ടിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഇഫ് ദിസ് ഇസ് a point where you connect the same to the ground, the property of this O or the real ground is the voltage at O will be zero, right? ആ ഓയിലുള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ഓർ ഇറ്റ് ക്യാൻ സിങ്ക് ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് കറണ്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റും? എത്രമാത്രം കറണ്ടും ഈ പോയിന്റിനെ ഗ്രൗണ്ടിലേക്ക് കൊടുക്കാൻ സാധിക്കും. ഇതാണ് ഒരു റിയൽ ഗ്രൗണ്ടിന്റെ പ്രോപ്പർട്ടി. പക്ഷേ സർക്യൂട്ടുകളിൽ ചില പോയിന്റിൽ ഈ ഗ്രൗണ്ടിന്റെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച ഡിസ്കസ് ചെയ്ത റിയൽ ഗ്രൗണ്ടിന്റെ ചില പ്രോപ്പർട്ടീസ് ആണ്. ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഇഫ് this point O, again this point O is a virtual ground, the voltage at O will be zero. നേരത്തെ പറഞ്ഞതുപോലെ ഓയിലുള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കാം? സീറോ ആയിരിക്കാം. ബട്ട് ഇറ്റ് ഡ്രോസ് നോ കറണ്ട്. എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും അത് കറണ്ട് എന്ത് ചെയ്യത്തില്ല? ഗ്രൗണ്ടിലേക്ക് ഒഴുകത്തില്ല. So virtually the resistance between this point O and ground is zero, or the potential at that point is zero. It draws no current to the ground. അല്ലെങ്കിൽ അതെന്തായിരിക്കത്തില്ല? ആ പോയിന്റ് ഷോർട്ട് ആയിരിക്കത്തില്ല. സാധാരണ റിയൽ ഗ്രൗണ്ട് ഷോർട്ട് ആയിരിക്കും. ഇതാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ഗ്രൗണ്ട് ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ആൻഡ് വെർച്വൽ ഗ്രൗണ്ട്. അപ്പോൾ റിയൽ ഗ്രൗണ്ടിൽ വോൾട്ടേജ് സീറോ ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ സിങ്ക് ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് കറണ്ട്. പക്ഷേ നിങ്ങളുടെ സർക്യൂട്ടിൽ ചില പോയിന്റുകളിൽ വോൾട്ടേജ് സീറോ ആണ്. പക്ഷേ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്പറേഷൻ ആംപ്ലിഫയർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിൽ വോൾട്ടേജ് സീറോ ആയിരിക്കാം, പക്ഷെ അത് എന്ത് ചെയ്യത്തില്ല? കറണ്ട് ഗ്രൗണ്ടിലേക്ക് ഒഴുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? വെർച്വൽ ഗ്രൗണ്ട് വിളിക്കും. അപ്പോൾ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് വേണം. ഇപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ വാട്ട്സ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ, ഇഫ് യു വാണ്ട് ടു അനലൈസ് എ സർക്യൂട്ട് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി ആൾസോ. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സർക്യൂട്ടിനെ അനാലിസിസ് നടത്തേണ്ടത്. അപ്പോൾ അത്തരം വെർച്വൽ ഗ്രൗണ്ട് എവിടെയുണ്ട്? ഓപ്പറേഷൻ ആംപ്ലിഫയർ സർക്യൂട്ടിലുണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യു ക്യാൻ സീ ദി ഫിഗർ. ആൻഡ് ദിസ് ആൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. ഇൻവെർട്ടിംഗും നോൺ ഇൻവെർട്ടിംഗും എന്താണ് നമ്മൾ പഠിക്കും. ഇൻവെർട്ടിംഗ് ഇൻ ദ സെൻസ്, ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഇഫ് യു കണക്ട് ദി വോൾട്ടേജ് സോഴ്സ് ദെൻ ദി സർക്യൂട്ട് ഈസ് കോൾഡ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് നിങ്ങൾ വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്നതെങ്കിൽ അതിനെ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ വിളിക്കും. അതിന്റെ ഡീറ്റെയിൽഡ് ഇത് നമുക്ക് ഇതിന് ശേഷം. അപ്പം ഇതൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്, കാരണം ഇൻവെർട്ടിംഗ് ഇൻപുട്ടിലാണ് വോൾട്ടേജ് സോഴ്സ് കൊടുത്തിരിക്കുന്നത്. And so this is a circuit. You can see an operation amplifier is here and a voltage source which supply a voltage Vs through a resistance R. This is a series resistance R connected to the inverting point, and this point, what is this? The non-inverting point is grounded. Non-inverting point എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. And a VA with a differential voltage. നമ്മൾ എപ്പോഴും പറഞ്ഞു ഡിഫറൻസ് വോൾട്ടേജ് ആണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നത്? ആംപ്ലിഫൈ ചെയ്യുന്നത്. And a VI be the differential voltage, and you can see a feedback resistor from the output pin or from the output terminal to the inverting terminal. അതെന്ത് ഫീഡ്ബാക്ക് ആയിരിക്കും? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലേ? കാരണം നമ്മൾ കഴിഞ്ഞതിൽ ക്ലോസ് ലൂപ്പ് പറഞ്ഞത് ക്ലോസ് ലൂപ്പ് ആംപ്ലിഫയർ ആണ്. ഇൻവെർട്ടിംഗിലായതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഒരു ഫേസ് ഷിഫ്റ്റ് എന്ത് ചെയ്യും? അവിടെ ഔട്ട്പുട്ടിന്റെ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിൽ അവൻ ഇൻപുട്ടിലേക്ക് വരികയാണ്. And that resistor is RF. RF എന്ന് പറയുന്ന റെസിസ്റ്റർ വഴിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഫീഡ്ബാക്ക് എടുക്കുന്നത്. Here you can see the feedback current is proportional to the output voltage. ഇതിന് എന്ത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്? നിങ്ങൾ ആംപ്ലിഫയർ സർക്യൂട്ടിലേക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക് പഠിച്ചിട്ടുണ്ട്. And this feedback is called voltage shunt feedback, since the feedback current is proportional to the output voltage. ഇത്രയുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഒരു സർക്യൂട്ടിനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് for before explaining what is virtual. ഇത്രയൊക്കെ ആയ നമുക്ക് സർക്യൂട്ട് ഉണ്ട്, അതിന് VS എന്ന് പറഞ്ഞ സോഴ്സ് വോൾട്ടേജ് ഉണ്ട്, ഒരു സീരീസ് ലിമിറ്റിംഗ് റെസിസ്റ്റർ R ഉണ്ട്,
ഒരു VI ആണ് അതിന്റെ ഡിഫറൻഷ്യൽ വോൾട്ടേജ്, and there is a summing point S, and RF is the resistor, and V0 is the output voltage, and there is a feedback network which is a negative feedback. ഇവിടെ നിങ്ങൾ നോക്കേ, കറണ്ട് സോഴ്സ് കൊടുക്കുന്ന കറണ്ട് സമ്മിങ് പോയിന്റ് എത്തിലെത്തിയാൽ എന്താ സംഭവിക്കുന്നത്? And we learned that the input impedance of the operation amplifier is infinity, or practically it is very large. So ഈ സമ്മിങ് പോയിന്റിൽ എത്തുന്ന കറണ്ട് ഏത് പാത്തായിരിക്കും എടുക്കുന്നത്? It will take this path. RF എന്ന് പറയുന്ന പാത്തായിരിക്കും ആരെടുക്കുന്നത്? സമ്മിങ് പോയിന്റ് എടുക്കുന്നത്. കാരണം എന്താ? ഇതിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും ഇതിൽ നിന്നും കുറവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിൽക്കുന്ന കറണ്ട് ആറിൽ കൂടി ഒഴുകുന്ന കറണ്ട് will take this path. It will flow through R, then it flows through RF to VCO. So ഈ ഒരു രീതിയാണ് നമ്മൾ എന്ത് പഠിക്കേണ്ടത്? വെർച്വൽ ഗ്രൗണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് പോയിന്റ് എന്ത് ചെയ്തു? ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. So we can derive the theory. And what's the expression for voltage gain? Voltage gain expression is V0 by VA. For an operational amplifier, the gain is nothing but output voltage by differential voltage. And VA is not the input voltage. As you know, VA എന്ന് പറയുന്നത് എന്താണ്? It is the differential voltage, which is the difference between the inverting and non-inverting terminal. So what is VA? A differential voltage എന്തായിരിക്കും? It is V0 by AB. V0 by AB, where AB is the open loop gain. നമ്മൾ പഠിച്ചു, open loop gain is infinitive or it is very large. So if it is infinitive, or ideally if you are taking that one as infinitive, what is the value of VI? Differential voltage എന്തായിരിക്കും? It will be 0, right? VI approximately എന്താകണം? 0 ആകണം, since the gain of the operation amplifier is infinite. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഡിഫറൻഷ്യൽ വോൾട്ടേജ് 0 ആകുന്നു. അതായത് so the differential voltage is nothing but the voltage at inverting terminal minus voltage at the non-inverting terminal. Non-inverting നിങ്ങൾ എന്ത് ചെയ്തു? ഗ്രൗണ്ട് ചെയ്തു. അപ്പോൾ ഡിഫറൻഷ്യൽ വോൾട്ടേജ് 0 ആകണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പോയിന്റ് വോൾട്ടേജ് 0 ആകണ്ടേ? നോൺ ഇൻവെർട്ടിംഗ് 0 ആയതുകൊണ്ട് തന്നെ എന്ത് മാത്രമേ അവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ? The voltage at S, or the voltage at the inverting terminal will also be 0. ഇൻവെർട്ടിംഗ് ടെർമിനൽ അല്ലെങ്കിൽ എസ് എന്ന് പറയുന്ന പോയിന്റും എന്തിൽ കിടക്കുകയാണ്? 0 പോയിന്റിൽ അല്ലെങ്കിൽ 0 പൊട്ടൻഷ്യൽ കിടക്കുകയാണ്. സിൻസ് ദ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഈസ് ഗ്രൗണ്ടഡ്. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തുകൊണ്ട് ഡ്യൂ ടു ദ ഓപ്പറേഷൻ ആംപ്ലിഫയർ, ഡ്യൂ ടു ദ പ്രോപ്പർട്ടി ഓഫ് ദ ഓപ്പറേഷൻ ആംപ്ലിഫയർ, ദ ഗെയിൻ ഈസ് ഇൻഫിനിറ്റി, we arrived at a condition that the differential voltage will be 0, so that the voltage at the inverting input and the voltage at the non-inverting input should be at the same potential. Since the voltage at the non-inverting terminal is grounded, we need to conclude that the voltage at S will also be 0 volt. So the voltage at S is at the ground point, or it is virtually shorted. അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോൾട്ടേജ് അറ്റ് എസ് എന്ന് പറയുന്നത് എന്തെല്ലാം കിടക്കുകയാണ്? നമുക്ക് തോന്നുകയാണ് it is at the ground point or it is virtually shorted. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വെർച്വൽ ഗ്രൗണ്ടിന്റെ ഒരു പ്രോപ്പർട്ടി ഇവിടെ ചെയ്തു. ദ വോൾട്ടേജ് അറ്റ് എസ് is 0 വോൾട്ടേജ് ആണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം, വാട്ട് ദ ഇൻപുട്ട് ഇംപിഡൻസ് of the operational amplifier? It is infinitive. Since the input impedance is infinitive, there is actually no current flows through this short circuit to the ground. ഈ ഇൻപുട്ട് ഇംപിഡൻസ്, ഇവിടെയുള്ള ഇൻപുട്ട് ഇംപിഡൻസ് ഇൻഫിനിറ്റീവ് ആയതുകൊണ്ട് തന്നെ ആക്ച്വൽ കേസിൽ നമുക്ക് എന്ത് അറിയാൻ പറ്റും? കറണ്ട് എങ്ങോട്ട് ഒഴുകത്തില്ല, ഗ്രൗണ്ടിലേക്ക് ഒഴുകത്തില്ല. Even though the voltage at S is 0, no current. Even though the voltage at S is 0, no current flows through this short circuit to the ground, or flows through this short to ground. ഗ്രൗണ്ടിലേക്ക് എന്ത് ഒഴുകത്തില്ല? കറണ്ട് ഒഴുകത്തില്ല, which is the property of the virtual ground. ഇതാണ് വെർച്വൽ ഗ്രൗണ്ടിന്റെ പ്രോപ്പർട്ടി. The point is at the 0 volt and it draws no current. So we can say that S is at the point S is a virtual ground. Point S എന്തെന്ന് പറയാൻ നമുക്ക് വെർച്വൽ ഗ്രൗണ്ട് ആണെന്ന് പറയാം. ക്ലിയർ ആയോ? കാരണം ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തപ്പോൾ പിടികിട്ടിയത് രണ്ടിന്റെയും വോൾട്ടേജ് സെയിം ആയിരിക്കണം. കാരണം ഡിഫറൻഷ്യൽ വോൾട്ടേജ് 0 ആണ്. നോൺ ഇൻവെർട്ടിംഗ് ഗ്രൗണ്ട് ചെയ്തുകൊണ്ട് ഇൻവെർട്ടിംഗ് എന്ത് ചെയ്തേ പറ്റൂ? സെയിം വോൾട്ടേജ് which is at the 0 volt, or which is virtually at the ground point. Since the input impedance of the operation amplifier is very large, practically no current flows through this terminal to the ground. So that point acts as the virtual ground. That acting virtual ground acting.
Also, we can calculate what is the effective impedance between the summing point and the ground. ഇപ്പോൾ വെർച്വൽ ഗ്രൗണ്ട് ആണെങ്കിൽ വോൾട്ടേജ് 0 ആണെന്ന് പറഞ്ഞാൽ സമ്മിങ് പോയിന്റിന്റെയും ഗ്രൗണ്ടിന്റെയും എഫക്റ്റീവ് ഇംപിഡൻസ് എന്തായിരിക്കണം? വിച്ച് ഈസ് വെരി സ്മോൾ ആയിരിക്കണം. ഈവൻ ദോ ഇറ്റ് ഈസ് വെരി സ്മോൾ, നോ കറന്റ് ഫ്ലോസ് ത്രൂ ദാറ്റ്. അതാണ് ഒരു വെർച്വൽ ഗ്രൗണ്ടിന്റെ കോൺസെപ്റ്റ്. ഇറ്റ് ഈസ് വെർച്വൽ ഇൻ ദ സെൻസ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. വാട്ട് ഇസ് ദ എഫക്റ്റീവ് ഇംപിഡൻസ് ബിറ്റ്വീൻ the summing point S and the ground? Clear ആണല്ലോ? So we are going to discuss what is the effective impedance between S and the ground point. So the expression for the effective impedance at S is nothing but the voltage at S divided by the current, input current that flows through S. Voltage S ലുള്ള voltage divided by input current ആണ്. If you want to find out what is the effective impedance. So let it be Z is the effective impedance at S, so that we can say Z equal to what is the voltage at S? Voltage S എത്രയാണ്? Voltage at S, which is nothing but the differential voltage, it is VI divided by current through S, which is nothing but I. So you will get what is the effective impedance? Z equal to, it is VI by capital I. So what is the current? ഈ S ൽ കൂടി ഒഴുകുന്ന കറണ്ട് എത്രയാണ്? S ൽ കൂടി ഒഴുകുന്ന കറണ്ട് എത്രയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു R ൽ കൂടി ഒഴുകുന്ന കറണ്ട് തന്നെയാണ് ആരിൽ കൂടി ഒഴുകുന്നത്? RF ൽ കൂടി ഒഴുകുന്നത്. Let I be the current that flows through R and that flows through RF. So here we are taking a feedback resistance also RF. So RF ൽ കൂടി ഒഴുകുന്ന കറണ്ട് എത്ര തന്നെയായിരിക്കും? I എന്ന് പറയുന്ന കറണ്ട്. So അത് തന്നെ നമുക്ക് ഇവിടെ എക്സ്പ്രഷൻ കൊടുക്കാമല്ലോ. So we can write what is I? I equal to the potential difference between these 2 points. RF ന്റെ across ആയിട്ടുള്ള potential difference divided by RF. Voltage by resistance ആണല്ലോ. So what is the potential difference across RF? So at this point at S it is VI, at this point it is V0. So what is the potential difference across RF? It is VI minus V0, VI minus V0 divided by the resistance, it is RF. So we got the expression for the current, it is nothing but VI minus V0 by RF. എന്തുകൊണ്ടാണ്? ആംപ്ലിഫയറിന്റെ impedance it is large ആയതുകൊണ്ട് തന്നെ the current will take this path, so that you can find out the expression for the current. It is nothing but the potential difference across these 2 points divided by feedback resistance. So it is VI minus V0 by RF. ഇനി അടുത്ത് എന്ത് ചെയ്യണം? You have to substitute the expression for the current here. So Z equal to VI by VI minus V0 by RF. The numerator. So that we will get the expression as Z equal to VI RF by VI minus V0. So divide the numerator and denominator with VI. So you will get it is nothing but RF by 1 minus V0 by VI. Is it correct? RF by 1 minus V0 by VI. So what is V0 by VI? It is AV. This open loop gauge is AV, voltage gain. So we got the final expression of the effective impedance, which is RF by 1 minus AV. So again, what is the value of gain AV? It is very large, right? It is infinity. So that since the denominator is a large quantity, what will be the value of effective impedance? This Z will be very low. So we proved that the effective impedance between the source point or the summing point S and the ground is very low, or ideally it is 0. If you take this AV as infinity, you will get Z as 0. So in this way you can prove the effective impedance between the summing point S and ground is 0. And what is the reason for this? നിങ്ങൾക്കൊന്ന് പറയാമോ എന്താണ് അതിന്റെ റീസൺ? ഈ എഫക്റ്റീവ് പോയിന്റിന്റെ റെസിസ്റ്റൻസ് ഗ്രൗണ്ടുമായിട്ടുള്ള റെസിസ്റ്റൻസ് 0, because the voltage at that point is approximately very small. Since this feedback is negative feedback, since you are using negative feedback, എന്താണ് negative feedback ചെയ്യുന്നത്? It will cancel that feedback voltage, will cancel the source voltage. അവിടെ വരുന്ന വോൾട്ടേജ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഫീഡ്ബാക്കിൽ വരുന്ന വോൾട്ടേജ് ഔട്ട് ഓഫ് ഫേസിലായി നിൽക്കുന്നത് അത് എന്ത് ചെയ്യും? നിങ്ങളുടെ സോഴ്സ് വോൾട്ടേജിനെ ക്യാൻസൽ ചെയ്യും. ആൻഡ് ദിസ് ഇസ് ദ റീസൺ വൈ ദാറ്റ് സമ്മിങ് പോയിന്റ് അപ്പിയേഴ്സ് അറ്റ് 0 ohm with ground or 0 resistance with ground. ആ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ കാരണം കൊണ്ടാണ് അതിന്റെ എഫക്റ്റ് അവിടെ ഉണ്ടാകുന്നത്. ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്ത് ചെയ്യും? വി ആർ യൂസിങ് നെഗറ്റീവ് ഫീഡ്ബാക്ക്, ദാറ്റ് നെഗറ്റീവ് ഫീഡ്ബാക്ക് വോൾട്ടേജ് വിൽ ക്യാൻസൽ ദി ഇൻപുട്ട് വോൾട്ടേജ് at S. And that's the reason for the low resistance between S and
ground, and this property, our low resistance will tend to make that point as always at ground point. Zero potential and this is what happens in operation amplifier, and that point S is called virtual ground property because that point satisfies both the conditions of the virtual ground because the voltage at S is 0 and it draws no current. What is the difference between virtual ground and real ground? Voltage 0 but in real ground it can sink infinite amount of current. Virtual ground there is no current flow from S to ground. So that point S is called virtual ground, where the other terminal, the inverting terminal, is grounded. Clear anallo? So in the analysis of operation amplifier circuit, we are using this virtual ground property also. നമ്മൾ എന്ത് ചെയ്യണം? ആ virtual ground property എടുത്ത് വേണം അനാലിസിസ് നടത്താൻ. അപ്പോൾ എന്താണ് വെർച്വൽ ഗ്രൗണ്ട് പ്രോപ്പർട്ടി കൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ട്? ഒന്ന്, നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് the inverting terminal will be at the ground potential when the other terminal means the non-inverting terminal is grounded, which means there is no measurable voltage will be there between inverting and non-inverting. Differential voltage എന്തായിരിക്കും? 0 ആയിരിക്കും. Practically you have to expect some feeble voltage, and operation amplifier will amplify that feeble voltage. Ideally we can say that differential voltage is 0, but practical we need to expect a differential voltage. So this is the first condition we need to consider while analyzing this operation amplifier circuit. And the second point is that due to this virtual ground property, we have to say that the current through R equal to current through RF. Virtual ground property which it draws no current to the ground. So from this point no current will flow to the ground, so that it will take the feedback path. It will take the feedback path through RF, so that you can say the current through R equal to current through RF. So in an inverting amplifier, if the other terminal is grounded, non-inverting terminal is grounded, you can analyze the circuit by considering this condition, which is current through R equal to current through RF. This is an important point. This is due to the virtual ground property. അതല്ലാതെ തന്നെ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞു because the input impedance of operation amplifier is very large, so that we can say that the current through R equal to current through RF. So these are the two conditions you need to consider while analyzing an operation circuit due to this virtual ground property. Hope you all understand what is this virtual ground and how to analyze an operation amplifier circuit using this concept. മനസ്സിലായി എന്ന് കരുതുന്നു. Thank you.